ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് പണിയൊന്നുമില്ല കേട്ടോ. കാരണം നല്ല മഴയാണ്. മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റോപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓരോ ടീമും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പാലത്തിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെയൊക്കെ വെള്ളം കയറി. നമ്മുടെ സെൻഡ് ഇതുവഴി നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നേരെ പാലത്തിൻ്റെ അടിയിലോട്ട് പോകണം. എന്നിട്ട് വേണം നമുക്ക് അവിടുന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലത്തിൻ്റെ അടിയിൽ മഴയും ഒന്നും പ്രശ്നമില്ല. അവിടെ നല്ല സെറ്റപ്പ് സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ടിലായിട്ട് നമ്മുടെ വൈശാഖ് നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ വൈശാഖ് ഇവിടെ ഫ്രണ്ടിലായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുരളിയാട്ടനും ഷീത്തും നമ്മുടെ ഫ്രണ്ടിലായിട്ട് പാലത്തിൻ്റെ അടിയിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഒലിപ്പാണ് കേട്ടോ. മീനൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും ചെന്ന് നോക്കാം. അപ്പം നമ്മൾ പാലത്തിൻ്റെ അടിയിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. നമ്മുടെ ഉപ്പളപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി, മൊത്തം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. മീൻ കിട്ടുമോ ഇല്ലയോ എന്നല്ല, എന്നാലും ഞങ്ങളിങ്ങോട്ട് വന്നതാണ് കേട്ടോ. അതെ, നമ്മുടെ മുരളിയേട്ടൻ ഇവിടെ ഉണ്ട്, സെൻറ്റുണ്ട് ഇവിടെ. അതുപോലെ ശുചിത്വത ഇവിടെ നിന്ന് ചൂണ്ടയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മുരളിയേട്ടൻ ഇതവിടെ ചൂണ്ടക്കൊളുത്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള കെട്ടാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് നമ്മുടെ ഷീത്ത് ഇവിടെ നിൽപ്പുണ്ട്. അതേപോലെ നമ്മുടെ സെൻറ്റ് ഇവിടെ സ്വന്തം ഭാര്യയെ വീഡിയോ കോൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണിത്. രേട്ട അടിച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വേട്ട കിട്ടി കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് മീൻ കിട്ടും. അപ്പോൾ കിട്ടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോ, നമ്മളെന്തായാലും വന്നത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല സൈസ് രേട്ട തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി രേട്ട. അപ്പോൾ മുരളിയോട്ടൊക്കെ നല്ല അടിപൊളി ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇതേ ഷീത്തും ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവർക്കും ഉഷാറായി. ഉഞ്ചിരിന്റെ ചിരി കണ്ട. കിട്ടൂല, ഇതുവരെ മീൻ കിട്ടൂല എന്ന് പറഞ്ഞ ആളാണിത്. ഇത് കണ്ടപ്പോ ഉഷാറായി. അപ്പോഴേ നമുക്ക് ഇപ്പൊ ഒരു ഏട്ട മാത്രമേ കിട്ടിയുള്ളൂ, വേറൊന്നും കിട്ടിയില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളപ്പാചലാണ് കേട്ടോ. കർണാടകയിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടോ, അങ്ങനെ ഇങ്ങനെ കുതിച്ചൊഴുകി വരികയാണ്. അവിടെയൊക്കെ കുറേ മരങ്ങളൊക്കെ തട്ടിത്തടഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല വെള്ളക്കെട്ടാണ് കേട്ടോ മൊത്തത്തിൽ. ഇവിടെയൊക്കെ കുത്തി ഒഴുകിയാണ്. നമ്മുടെ ചൂണ്ടത് ഇവിടെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. കുറേ നേരം പിടിച്ചു തന്നു. ഇനി കുറച്ച് നേരം റെസ്റ്റ്. വീണ്ടും നോക്കണം. സുഹൃത്തുക്കളെ, ഷീത്തിൻ്റെ ചൂണ്ട അവിടെ കുടുങ്ങിപ്പോയി. അപ്പോൾ അത് എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടെടുത്ത് രണ്ടാമത് വീണ്ടും ഇടാൻ പോവാണ് മൂപ്പറ്. അപ്പോൾ ഇതാ കഷ്ടപ്പെട്ട് വീണ്ടും ചൂണ്ടയിടാൻ പോകുന്ന ഷീത്ത്. എന്തായാലും ഇനി അടുത്ത മീനിനെ പിടിച്ചിട്ടേ പോകുന്നുള്ള നിരക്കിലാണ് കേട്ടോ. അതേപോലെ തന്നെ ദൂരെ നമ്മുടെ മുരളിയേട്ടൻ ചൂണ്ടയിടേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ മുരളിയേട്ടൻ ചാടിയിട്ടുണ്ട്. സെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ വൈശാഖും ഇവിടെ ഉണ്ട് കേട്ടോ. ഷീത്ത് ചൂണ്ടയിട്ടതിന് ശേഷം അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ട പരിപാടിയാണ്. ഇപ്പം മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. സുഹൃത്തുക്കൾ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണത്. ദൂരേറ്റ് നമ്മൾ ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോൾ ചൂണ്ട ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമോ ഒന്നും അറിയില്ല.
എന്നാലും നമ്മൾ പിടിച്ചിട്ട് ഇന്ന് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കരക്കിൽ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് പരമാവധി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ട്രെയിനി ഇങ്ങനെ പോകുന്നുണ്ട്, ഏതാ വണ്ടി എന്നറിയില്ല. അപ്പോൾ നമ്മുടെ നേരത്തെ സാധനമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കഴിഞ്ഞതല്ല, 3-4 ചൂണ്ട നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒന്നും കൂടി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുരളിയാട്ടാണ് കേട്ടോ ചൂണ്ടൊക്കെ സെറ്റാക്കി തരുന്നത്. അതുപോലെ ശീത്ത് ഇവിടെ ഉണ്ട്, അതുപോലെ വൈശാഖും ഇവിടെ ഉണ്ട്. നിലവിൽ നമ്മുടെ ഉപ്പളപ്പോഴതെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നല്ല കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചൂണ്ടകൾ അവിടെ എവിടെയായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചൂണ്ടത് ഇവിടെ ഉണ്ട് കേട്ടതാ, ഉണ്ടോ? ഇപ്പോൾ ഫസ്റ്റ് ഒരു ഏട്ട അടിച്ചിരുന്നു. ഇപ്പോൾ കാര്യമായിട്ടൊന്നും കൊത്തും കാര്യങ്ങളൊന്നും ഇല്ല, സമയം മാറിയെന്ന് തോന്നുന്നു. എന്തായാലും ഹെവി മഴയാണ് ഇപ്പം പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാലത്തിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മഴയും പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല ഹെവി ആയിട്ടുള്ള സ്ഥലമാണ്, നല്ല ഇഷ്ടം പോലെ വിശാലമായ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് മഴ കൊള്ളാത്ത. അപ്പോൾ നമ്മുടെ ചീത്തും മുന്നിലൊക്കെ ഇത് ചൂണ്ടയൊക്കെ സെറ്റാക്കി അതിന് ഇര കുറക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ മുരളിയാട്ടെ ഇത് ചൂണ്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കർണാടകയിൽ നിന്ന് വരുന്ന നദിയൊക്കെ ചേർന്നിട്ടുള്ള പുഴയാണ്. അപ്പോൾ കർണാടകയിൽ നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കര കവിഞ്ഞ് ഒഴുകും. അപ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത്. മൊത്തം കലങ്ങിയ വെള്ളമാണ്, നല്ല ഒഴുക്കുള്ള വെള്ളം കേട്ടോ. ഇവിടെ ഇങ്ങനെ വീണാൽ പിന്നെ നോക്കിയേ വേണ്ട. നമ്മളിങ്ങനെ ലീവാകുന്ന ദിവസങ്ങളിൽ ചൂണ്ടയിടുന്നൊക്കെ പോകാറുണ്ട്. കാറ്റടിക്കുന്നത് തന്നെ എന്താണ്, നമ്മുടെ ചീറ്റ് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. ചീറ്റ് നേരത്തെ ഇട്ട ചൂണ്ട ഇങ്ങനെ വലിച്ചു നോക്കുകയാണ്, അതിലൊന്നും തന്നെ കിട്ടിയിട്ടില്ല. നമ്മുടെ സെന്റ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വൈശാഖും ദേ ഇവിടെ ഉണ്ട് കേട്ടോ. പാലത്തിൻ്റെ അടിയിലൊക്കെ എന്തൊക്കെയോ കലാവൃത്തികൾ ഇവിടെയുള്ള ആൾക്കാർ ഉള്ള നമ്മുടെ ടീംസ് പുതിയ തലമുറകളൊക്കെ എന്തെല്ലോ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം പെയിന്റ് അടിച്ചാലാണ് എല്ലാം കുളമാക്കി കഴിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് വേറെ മീനൊന്നും കിട്ടിയില്ല. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു, ആകെ ഒരു ഏട്ട മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാണ് കേട്ടോ. കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഇതേ ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഉപ്പള പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെയൊക്കെ പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ഇവിടെയൊക്കെ വെള്ളം കയറി. അപ്പോൾ നമ്മുടെ മുരളിയാടിനൊക്കെ ഇതാ മുന്നിലോട്ട് നടന്നു പോവാണ്.